ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇതാരാണെന്നറിയാമോ? ത. ആരാണിത്? ത അല്ലേ? തായുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇതാരാ? ന. ആരാണിത്? ന അല്ലേ? തായും നായും കൂടെ ഒരു ദിവസം നടക്കാനിറങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദമാണെന്നറിയാമോ? ഒരു കുതിരയുടെ ശബ്ദം. ആരോ കുതിരയിൽ വരുന്ന ശബ്ദം കേട്ടു. ഈ കൂട്ടുകാരിൽ നാക്ക് കുറച്ച് പേടിയുള്ള ആളായിരുന്നു കേട്ടോ. അപ്പോൾ കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം കേട്ടപ്പോൾ നാ വിചാരിച്ചു, അയ്യോ കൊള്ളക്കാര് വല്ലതുമാണെങ്കിലോ എന്ന് വിചാരിച്ച് നാ തായുടെ അടുത്തേക്ക് പോയി. അപ്പോൾ തന്നെ കുതിരയിൽ ഒരാരോ പോകുന്നത് കണ്ടോ? കണ്ടില്ലേ? കുതിര പോയ ആ വേഗതയിൽ നായ എന്തായി പോയി? തല തിരിഞ്ഞു പോയി. കണ്ടില്ലേ? അങ്ങനെ തായും തല തിരിഞ്ഞ നായും കൂടെ ചേർന്നപ്പോൾ മലയാളത്തിലുള്ള ഒരക്ഷരമായി. ഏതാണ് ഈ അക്ഷരം എന്നറിയാമോ? നോക്കിക്കേ, ഇതാരാ? ഛ. ആരാണിത്? ഛ. തായും തല തിരിഞ്ഞ നായും കൂടെ ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഛ. ആരാണിത്? ഒന്നും കൂടെ പറഞ്ഞേ. ഛ. ഛ. കേട്ടോ? ഇനി നമുക്ക് ഛ എന്ന ഈ അക്ഷരം നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു? ഇതുപോലെ തായും പിന്നെന്താ? തല തിരിഞ്ഞ നായും അല്ലേ? ഇപ്പോൾ ഇതാരായി? ഛ അല്ലേ? കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ആദ്യം നമ്മൾ ത എന്ന അക്ഷരം എഴുതുന്നു. ചേർന്നിട്ട് തല തിരിഞ്ഞ നായും അല്ലേ? ഇപ്പോൾ ഇതാരായി? ഛ അല്ലേ? ഒന്നും കൂടെ നോക്കിയാലോ? നോക്കാം. ഇതുപോലെ ഒരു ത എഴുതുന്നു, കൂടെ തന്നെ തല തിരിഞ്ഞ നായും. അപ്പോൾ നമുക്ക് കിട്ടിയത് ഛ അല്ലേ? ഒന്നും കൂടെ നോക്കാം. ഇനി കൂട്ടുകാർ വേണം പറഞ്ഞു തരാൻ കേട്ടോ. ആദ്യം എന്താ എഴുതേണ്ടത്? അതെ, ത എഴുതണം. അതെങ്ങനെയാ എഴുതുന്നത്? ഇതുപോലെ അല്ലേ? എന്നിട്ട് കൂടെ തല തിരിഞ്ഞ നായും അല്ലേ? ഒന്നും കൂടെ നോക്കിയാലോ? ആദ്യം ത, പിന്നെ തല തിരിഞ്ഞ നാ. ആരാണ് വരുന്നത്? നേരത്തെ നമ്മൾ കണ്ടു അല്ലേ? കുതിരപ്പുറത്ത് ആരോ പോകുന്നത്. ഇതാരാ? കൂട്ടുകാർക്ക് അറിയാമോ? ഝാൻസി റാണി. ഇതാരാണ്? ഝാൻസി റാണി. ഝാൻസി റാണി ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഝാൻസി റാണിയെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? എങ്കിലേ ഝാൻസി എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ ഒരു പ്രദേശത്തുള്ള ഒരു രാജ്ഞിയായിരുന്നു ഝാൻസി റാണി കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് പട നയിച്ച ഒരു ധീര വനിതയായിരുന്നു ഝാൻസി റാണി. ധീര വനിത എന്ന് വെച്ചാൽ ആരാ? ധൈര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ. ഝാൻസി എന്ന് പറഞ്ഞ ഈ പ്രദേശത്തെ രാജാവ് മരിച്ചു പോയപ്പോൾ ധീരതയോടെ ധൈര്യത്തോടു കൂടി അവിടെയുള്ള ഭരണം ഏറ്റെടുത്ത നേതാവില്ലാതെ പകച്ചു നിന്നുപോയ സൈന്യത്തെ
ഒരു ആണിന്റെ വേഷത്തിൽ വന്നിട്ട് പട നയിച്ച ധീര വനിതയാണ് ഝാൻസി റാണി. കേട്ടോ? കൂട്ടുകാർക്ക് ഝാൻസി റാണിയെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? എല്ലാവരും നല്ല ധൈര്യശാലികളായ മക്കളായി വളരണം. കേട്ടോ? ഝാൻസി റാണിയെ പോലെ. അപ്പോൾ ഇനി ഇതിലേക്ക് നോക്കിക്കേ. ഝാൻസി റാണി എന്ന് പറയുമ്പോൾ ഝ എന്ന അക്ഷരം എവിടെയാ? ദേ ഇവിടെ അല്ലേ? ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഝ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതിയിരുന്നത്? ആദ്യം ത, പിന്നെ തല തിരിച്ചന. മറന്നു പോവരുത് കേട്ടോ? ഇനി ഝ എന്ന ഈ അക്ഷരമുള്ള മറ്റൊരു വാക്കു പറഞ്ഞേ. നോക്കിക്കേ, ഇതെന്താ? മീനാണ് അല്ലേ? മീനിന് മറ്റൊരു വാക്കു പറയുമല്ലോ മലയാളത്തിൽ. എന്താണത്? മത്സ്യം എന്ന് പറയും. അതും പറയും മീനിന് അല്ലേ? എന്നാൽ അത് കൂടാതെ മറ്റൊരു വാക്കും കൂടെ പറയും. നോക്കിക്കേ, എന്താ പറയുന്നത്? ചഷം. എന്താ പറയുന്നത്? ചഷം. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ മീനിന് ചഷം എന്ന് പറയുന്നത്? എങ്കില് കൂട്ടുകാരുടെ വീട്ടിൽ മീനൊക്കെ വാങ്ങാറില്ലേ? അപ്പോൾ കൂട്ടുകാര് ചഷം എന്ന് പറഞ്ഞു കൊടുക്കണം. മീനിന് പറയുന്ന മറ്റൊരു വാക്കാണ് ചഷം. കേട്ടോ? ഈ ചഷം എന്നുള്ളതിൽ ഛ എവിടെ? ഇവിടെയുണ്ട് അല്ലേ? ഇവിടെ ഒരു മരം കാണുന്നില്ലേ? കാണുന്നുണ്ട് അല്ലേ? ഈ മരത്തിൽ കുറേ ഛാകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കൂട്ടുകാർ ഉറക്കെ വിളിച്ചു നോക്കിക്കേ. ഛ. ദേ വന്നു. ആരാ വന്നത്? ഛ അല്ലേ? ഒന്നുകൂടെ വിളിച്ചേ. ഛ. ദേ വന്നു മറ്റൊരു ഛ അല്ലേ? ഒന്നും കൂടി വിളിച്ചേ. ഛ. വന്നു മറ്റൊരു ഛ അല്ലേ? ഒന്നും കൂടി വിളിച്ചു നോക്കിക്കേ. ഛ. വീണ്ടും വന്നു. ഛ എന്ന ഈ കൂട്ടുകാരനെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? എഴുതാനും വായിക്കാനും പഠിച്ചോ? പഠിച്ചല്ലേ? എളുപ്പമാണ്. നമ്മൾ ഇതിനു മുൻപേ പഠിച്ച തായും ന എന്ന അക്ഷരത്തെ തല തിരിച്ച് തായുടെ കൂടെ എഴുതിയാൽ നമുക്ക് ഛ എന്ന അക്ഷരം കിട്ടും അല്ലേ? ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.